ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ കാണുന്നത് ഇതാണ്. ഇതിന് എന്തിനാ എത്ര ഹൈപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ചെറിയ നിക്കാഹ് പരിപാടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഡ്രസ്സ് എടുത്തപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കടയിലോട്ട് പോയി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കട വരുന്നത്. ജാന് ബോറടിച്ച് പിന്നെ ഓന് ഫോണും കൊണ്ട് ഒരു മൂലക്കായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എമിനാണ്. അവൻ പിന്നെ കരയാൻ വേണ്ടി തുടങ്ങി. മക്ക് പിന്നെ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഇന്ന് മീഷോ എന്ന് വന്നതാണ്. ഞാൻ തന്നെ ഇട്ടു. സ്റ്റിച്ച് ചെയ്യലും പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ തറവാട്ടിലുള്ള അമ്മയോ ഉപ്പയോ അങ്ങനെ എല്ലാവരും കൂടി കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ കുറേ പലഹാരങ്ങളും ചായയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിലോട്ട് പോയി. അവിടുന്ന് മക്കൾക്ക് ആയിരുന്നു കേട്ടോ ഡ്രസ്സ് എടുക്കാണ്ട്. ഞാനും സിയൊക്കെ ഡ്രസ്സ് ആദ്യം എടുത്ത് വെച്ചിരുന്നു. ഇതാണ് എമിനെടുത്തത്. അത് ഓനക്ക് ഇട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവനെ പിടിച്ച് നിർത്തി അതെങ്ങനെയൊക്കെ ഒരു ബില്ലൊക്കെ അടിച്ച് സയാന് പറഞ്ഞ് ഞങ്ങൾ കവർ പിടിക്കുക. അങ്ങനെ അതിനൊക്കെ തല്ലുകൂടി ഓൻ കവറൊക്കെ പിടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴാണ് ഞാനിത് കാണുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക. അതിന് മുമ്പിൽ കുറേ ആൾക്കാർ ഡ്രസ്സ് വെക്കുന്നുണ്ട്. സൈഡിലെ ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും കൂടെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ചായ നമുക്ക് കഴിച്ചിട്ട് അല്ലാതെ ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ ഒന്ന് മാത്രം കഴിച്ചു. ഞാൻ ചായ മാത്രം കുടിച്ചു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഫാമിലിയിലായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയത്. പിന്നെ ഞങ്ങളും അങ്ങോട്ടേക്ക് പോയി. എനിക്കൊരു ഷാളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി ഷാള് സെറ്റായി അതെടുത്തു. പിന്നെ ഉപ്പാക്ക് ഷർട്ട് നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. സ്റ്റുഡിയോയിലുള്ള ഷർട്ടൊന്നും ഉപ്പാക്ക് സെറ്റാവില്ല. അങ്ങനെ 2 ഷർട്ട് എനിക്കും സിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലാസ്റ്റ് ഒന്നിൽ ഉറപ്പിച്ചു അതെടുത്തു. ക്രിസ്മസ് എടുത്തുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ച് അത് ഈ പണി എടുത്ത് വെച്ചത് ഇവനാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിക്കാഹിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.